ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മോദകം ഉണ്ടാക്കിയല്ലോ. അതിനുവേണ്ടി ആദ്യമായിട്ട് അല്പം വെല്ലം ഉരുക്കിയെടുക്കണം. അത് ഉരുക്കിയെടുത്ത വെല്ലം അരിച്ചെടുത്തതാണ്. ഇത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് അല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. ചിരകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ ചേർത്തൊന്ന് നല്ലോണം തിളച്ച് കുറുകി വരണം. അതായത് വെള്ളം നല്ലപോലെ പറ്റി വരണം, ഡ്രൈ ആവണം. അതിനുശേഷം ഇതിലേക്ക് അല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം ചേർത്ത് ഇത് മാറ്റി വെക്കുക. അതിനുശേഷം നല്ലപോലെ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ അല്പം അരിപ്പൊടി ഇട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം, കുഴച്ചെടുക്കണം, വാട്ടി കുഴച്ചെടുക്കണം. അതിനുശേഷം അല്പം നെയ്യും കൂടെ ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. എന്നതിന് ശേഷം മോദകത്തിൻ്റെ ഈ മോൾഡിലേക്ക് അല്പാൽപമായിട്ട് ഇത് നിറച്ച് കൊടുക്കണം. നിറച്ചതിന് ശേഷം അതിന് നടുക്കൊരു ചെറിയ കുഴിയാക്കി കൊണ്ടുവരണം. ആ കുഴിയിലേക്ക് വേണം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മധുരത്തിൻ്റെ ആ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് വേണം ഈ മോദകം അത് നിറച്ചെടുക്കാനായിട്ട്. അതിൻ്റെ അടിവശം നല്ലപോലെ ഇത് കവറാക്കി എടുക്കണം. നമ്മൾ അരിമാവില്ലേ, അതിൻ്റെ ഇതുകൊണ്ട് തന്നെ നല്ലപോലെ കവറാക്കി എടുത്തിട്ട് അടച്ചു കൊടുക്കണം. വെല്ലത്തിൻ്റെ ആ സൈഡ് നല്ലപോലെ അടച്ചു കൊടുക്കണം. എന്നതിന് ശേഷം വേണം ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാൻ. ബാക്കിയുള്ള മോദകവും കൂടെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാം. കാണാൻ തന്നെ ഒരു നല്ല ലുക്കിൽ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഞാൻ ഈ മോദകം തയ്യാറാക്കുന്നത്. ഇതിനധികം വലിയ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്പം അരിപ്പൊടിയും തേങ്ങയും വെല്ലവും ഒരല്പം ഏലക്കപ്പൊടിയും ഉണ്ടെങ്കിൽ ഗണപതി ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട മോദകം നമുക്ക് വീട്ടിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പം ഞാൻ എല്ലാ മോദകവും ശരിയാക്കി എടുത്തു. ഇനി നമുക്കിത് അല്പം വെള്ളം അടുപ്പത്ത് വെച്ച് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചാൽ നല്ലപോലെ തിളച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുക്കണം. ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്ന മോദകമാണ്. 5-10 മിനിറ്റ് മാത്രം മതി നമുക്ക് രുചിയേറിയ ഈ മോദകം ഉണ്ടാക്കുവാനായിട്ട്. അപ്പോൾ നമ്മുടെ മോദകം റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ മോദകം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പം ഇത് ഗണേശ് ഭഗവാനെ നേദിക്കുവാനായിട്ടാണ് ഞാൻ മോദകം ഉണ്ടാക്കിയത്. ഭഗവാനെ ഞാനിത് നേദിക്കട്ടെ. ജയ് ശ്രീ ഗണേഷ്.